ഇവിടെ നിന്ന് അങ്ങനെ നോക്കിയാൽ നല്ല മനോഹരം ഒരു കാഴ്ച നമുക്ക് പകൽ കാഴ്ച കാണാന്നുള്ളതാണ്. ഈ ഒരു ഭംഗി ചിലപ്പോൾ രാത്രി കിട്ടില്ല. മുകളിൽ കംപ്ലീറ്റ് അംബ്രല്ല കൊണ്ട് ഈ നടപ്പാതയ്ക്ക് പന്തലിട്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള വർണ്ണക്കുടകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കണ്ടോ എന്താ രസം നോക്ക്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം. എല്ലാവർക്കും ജിത്തൂസ് ജാനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ 2024 പൂപ്പൊലി ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം അന്താരാഷ്ട്ര പുഷ്പമേള നമ്മുടെ വയനാട്ടിലെ പ്രാദേശിക കാർഷിക വികസന കേന്ദ്രം അണിയിച്ചൊരുക്കുന്ന അന്താരാഷ്ട്ര പുഷ്പമേള 2024 ആരംഭമാണ്. ഇന്ന് ജനുവരി 1 ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആ പുഷ്പ നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ എൻട്രൻസ് ആണ്. ഇപ്രാവശ്യത്തെ ഈ പുഷ്പമേളയുടെ ഒരു പ്രത്യേകത വെച്ചാൽ വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പുഷ്പങ്ങളാണ് അണിയിച്ചൊരുക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോ വർഷം ഓരോ രീതിയിലുള്ള പുഷ്പങ്ങളാണ് ഇവിടെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഈ വെർട്ടിക്കൽ ഗാർഡന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഇതിന്റെ എൻട്രൻസ് ആണ്. ഒരുപാട് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ എൻട്രൻസിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തായാലും നിങ്ങൾ ഈ അമ്പലവയൽ പുഷ്പനഗരിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കേ, ഇതാണ് നമ്മൾ പറഞ്ഞ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രാദേശിക കാർഷിക വികസന കേന്ദ്രം. ഇതൊരു കാർഷിക കോളേജ് തന്നെയാണ്. ടിക്കറ്റ് ചാർജ് അഡൽട്സ് 50ഉം ചിൽഡ്രൻസ് 30 രൂപ. 15 വയസ്സിന് താഴെയല്ലേ? 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 30 രൂപയാണ്. ഇതാണ് ഈ പുഷ്പമേളയുടെ എൻട്രൻസ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ എൻട്രൻസിൽ പൂപ്പൊലി എന്ന് പറയുന്ന ഒരു മനോഹരമായ നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവറുകൾ ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വെർട്ടിക്കൽ ഗാർഡന്റെ ഒരു പൊലിമ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയുന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള രസകരമായ കാഴ്ചകളാണ് നമുക്ക് ഇനി അങ്ങോട്ട് കാണാൻ കഴിയാം. വയനാട് പ്രാദേശിക കാർഷിക വികസന ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറെ ഒന്ന് പരിചയപ്പെടുകയാണ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു പേര്? ശ്രീറാം. ഓരോ വർഷവും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള രീതികളാണല്ലോ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലില്യംസ് ആയിരുന്നു അല്ലെ? അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഇവിടുത്തെ ഏത് രീതിയിലുള്ള കളക്ഷൻസ് ആണ് പൂക്കളുടെ ഉദ്ദേശിക്കുന്നത്? ഇത്തവണ നമുക്ക് കൂടുതലായിട്ടും വെർട്ടിക്കൽ ഗാർഡൻ, അതായത് നമുക്ക് ഗാർഡനിങ്ങിന്റെ ഒരു പുതിയ കൺസെപ്റ്റ് ആണ് നമ്മുടെ പൂപ്പൊലിയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സ്ഥലപരിമിതിയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അത് നമ്മൾ ലംബ കൃഷി രീതി എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ നമുക്കിപ്പോ നിലവിലുള്ള സ്ഥലത്ത് നമുക്ക് വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമുക്ക് സാധാരണ പച്ചക്കറി വിളകളും ചെയ്യാറുണ്ട്, പുഷ്പവിളകളും ചെയ്യാറുണ്ട്. പൂപ്പൊലിയെ സംബന്ധിച്ചിടത്തോളം പുഷ്പവിളകളാണ് നമ്മളിപ്പോ വെർട്ടിക്കൽ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ കമാനങ്ങളുണ്ട്, അതുപോലെ തന്നെ പല രൂപങ്ങളുണ്ട്. അപ്പൊ ആ രൂപങ്ങളിലും നിർമ്മിതികളിലും ഒക്കെ നമ്മൾ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തുകൊണ്ട് അവൈലബിൾ സ്പേസിൽ എങ്ങനെ നമുക്കൊരു ഗാർഡൻ ഒരുക്കിയെടുക്കാം എന്നതിന്റെ ഒരു മാതൃകയാണ് ഇത്തവണത്തെ പൂപ്പൊലിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ എല്ലാ സംഘാടക സമിതിക്കും എല്ലാ ജോലിക്കാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയാണ്. താങ്ക് യു. കൂടുതൽ സന്ദർശകരെ ഞങ്ങൾ ഈ ഒരു പൂപ്പൊലിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇനി പുഷ്പനഗരിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും നല്ല ഹൃദയത്തിന്റെ ഭംഗിയിൽ, ആ ഹൃദയത്തിന്റെ ഷേപ്പിലാണ് കവാടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഒരുപാട് പൂക്കള് ചെടികൾ ഹാങ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കണം. ഇതിന് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഏകദേശം 10 ഏക്കറിൽ കൂടുതൽ സ്ഥലത്താണ് ഈ പുഷ്പ നഗരി ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പുഷ്പമേളയ്ക്കല്ലാതെ, ഈ പൂപ്പൊലിയുടെ സമയത്തല്ലാതെയും ഇവിടെ നമ്മൾക്ക് വന്ന് കാണാവുന്നതാണ്. ഒരുപാട് പുഷ്പങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ പക്ഷി മൃഗാദികളൊക്കെ കാണാൻ നമുക്ക് കഴിയും. പക്ഷെ ഈ ഒരു സമയത്ത്, ഈ പൂപ്പൊലി സമയത്ത് ഹൈലൈറ്റ് ആയിരിക്കും, വെറൈറ്റി പുഷ്പങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ സാധാരണ നമ്മുടെ ഈ പുഷ്പനഗരിയിലൊക്കെ വരുമ്പോൾ കാണുന്ന ബട്ടർഫ്ലൈൻ്റെ കുറേ രൂപങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഒരു കുടം പൊട്ടിയിട്ട് അതിനകത്ത് വെള്ളം ഒഴുകുന്ന ഒരു സ്ട്രക്ചറൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാം രസകരമാക്കിയിട്ടുണ്ട്. യൂട്യൂബറാണ് നിങ്ങള്. സെയിം ടു യു, ഹാപ്പി ന്യൂ ഇയർ. നിങ്ങള് സ്റ്റുഡൻസ് ആണോ? ഏത് സ്കൂളിലാണ്? അമ്പലവയൽ സ്കൂളിലാണ്. പൂപ്പൊലി കാണാൻ വേണ്ടി വന്നാണോ? ഇന്ന് ക്ലാസ് ഉണ്ടോ? കട്ട് ചെയ്താണോ ഒന്ന്? അല്ലല്ല, ആണല്ലേ. എങ്ങനെയുണ്ട്? നിങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ടോ പൂപ്പൊലിക്ക്? എന്താ പേരെന്താ? ഗോപിക ഇല്ലല്ലോ, ഗോപിക്കുറി ഇല്ലല്ലോ. എന്താ മോനെ എന്താ? അൻഷാദ്. ഇയാളുടെ? നിഹാൽ. മോള് എന്താ? ദിയാവി. മോൻ കണ്ടില്ല ദിയാവിയുടെ. അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. ഹാപ്പി ന്യൂ ഇയർ. പണ്ടൊക്കെ നമ്മള് സൂര്യകാന്തി, ഈ സൺഫ്ലവർ കാണണമെങ്കിൽ ഗുണ്ടൽപേട്ടയ്ക്ക് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ അമ്പലവയൽ കാർഷിക വികസന കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സൺഫ്ലവർ കാണാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം കൂടെ നടന്ന് ഇതിന്റെ ഒരു മെയിൻ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കിട്ടും. അപ്പൊ ഇവിടെ ഒരു പീക്കോക്ക് കണ്ടോ, അതുപോലെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കപ്പ് കണ്ടോ, ആ കപ്പിൽ നിന്ന് ഇങ്ങനെ പൂക്കൾ വീഴുന്ന ഒരു കാഴ്ച
ഇത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് വെർട്ടിക്കൽ ഗാർഡൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഫില്ലാവാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുവിധം പൂക്കളെല്ലാം ഫില്ലായിരുന്നു. അപ്പോൾ അവസാന ഘട്ടങ്ങളിൽ അവസാന സമയങ്ങളിലായപ്പോൾ പൂക്കളെല്ലാം നശിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ആദ്യം ഓപ്പണിങ്ങിൻ്റെ ആ സമയത്ത് പൂക്കൾ കുറച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ട് വരും ദിവസങ്ങളിൽ ഇപ്പം നാളെ തൊട്ട് അടുത്ത വരും ദിവസങ്ങളിലെല്ലാം പൂക്കൾ കൂട്ടി അവസാന സമയം ആകുമ്പോഴത്തേക്കും എല്ലാ പൂക്കളും ഉണ്ടാവും. ആ മുഷിയാതെ തന്നെ എല്ലാ പൂക്കളും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പണി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനുക്ക് പണികളാണ്. ഇതുണ്ടോ, ആ ഒരു മയിലിൻ്റെ ഒരു രൂപം കണ്ടോ, മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ആ കപ്പൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആരെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യവും നമ്മുടെ പൂപ്പൊലി പുഷ്പനഗരി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെ ഇവിടെ ഒരു ഗംഭീരമായൊരു തെയ്യത്തിൻ്റെ ശില്പം, ഒരു രൂപം ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഫ്രെയിമിൽ ഒതുങ്ങുന്നില്ല, അത്രയും വലിപ്പമുണ്ട്. അപ്പം നമ്മൾ ഈ നടപ്പാതയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ അരികിലായിട്ട് ഒരുപാട് സസ്യങ്ങൾ, ഒരുപാട് പൂക്കൾ നമുക്ക് കാണാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ചെടികൾ നമുക്ക് കാണാം. ആസ്ട്ര എന്നാണ് ഇതിൻ്റെ പേര്. ഇതുണ്ടോ, ആസ്ട്ര എന്ന് പറയുന്ന ഒരു ഇനം ചെടികളാണ്. നമ്മുടെ ജമന്തിനോടൊക്കെ സാദൃശ്യം തോന്നുന്ന ഒരുപാട് പൂക്കൾ, പല വെറൈറ്റി കളറുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ മറുവശത്തായിട്ടാണ് ആ തടാകമുള്ളത്. 2 തടാകങ്ങൾ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. അതുപോലെ ഡെക്കറേഷൻ ലൈറ്റുകളൊക്കെ അറേഞ്ച് ആയിട്ടുണ്ട്. അതും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് കാണാൻ കഴിയും. തടാകത്തിന് നടുക്കായിട്ട് ഒരു ഉയർത്തിപ്പിടിച്ച കൈ കണ്ടോ, അതും ചെടികൾ, അതായത് പച്ച പുല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള രീതിയിലാണ് അതൊക്കെ കാണാൻ കഴിയും നമുക്ക്. അത് കഴിഞ്ഞാൽ പൂപ്പൊലിക്ക് അനുബന്ധമായിട്ട് ഇവിടെ ഒരു ഡ്രെയിൻ നിർമ്മിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും അവരെ രസിപ്പിക്കാനൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ടുള്ള ഒരു ഡ്രെയിൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഈ ഡാലിയയുടെ ഒരു ഗാർഡൻ തന്നെയാണ്. ഇതുകൊണ്ട് ഈ കളറൊക്കെ ഉണ്ടോ, എന്താ വെറൈറ്റി നോക്ക്. ഇതിൻ്റെയൊക്കെ കളറ് വർണ്ണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്താ വലിപ്പം നോക്ക്. അതുപോലെ ഈ റെഡ് ഡാലിയ, ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട്. അതുപോലെ ഈ മെറൂൺ ഡാലിയ, ഇതൊക്കെ ഉണ്ടോ, ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ ഈ തടാകത്തിൽ വാട്ടർ ഡാൻസും അതുപോലുള്ള ഐറ്റംസ് പരിപാടികളുടെ ഒക്കെ ട്രയലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കിഡ്സ് പാർക്കാണ്. ഇതുണ്ടോ, വികൃതി ചക്കന്മാരൊക്കെ തവളച്ചാട്ടൻ്റെ വായിക്കൂടെ നാക്കിക്കൂടെ ഒഴുകി വരുന്ന കാഴ്ചകളുണ്ടോ. പിന്നെ ഇവിടേക്ക് വന്ന ബേഡ്സ് ആണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ഇവിടെ വരുമ്പോൾ കാണാറുള്ള സാധനങ്ങളാണ്. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തി. ഇവിടെ ഒരുപാട് കൂണുകളുണ്ട്. അതുപോലെ ഇതുണ്ടോ, പിന്നെ നടപ്പാതയുടെ മുകളിലായിട്ട് ഒരുപാട് കുടകളാണ് വെച്ച് അതിൻ്റെ റൂഫായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ട് ഡിസംബർ മുല്ല എന്ന് പറയുന്നൊരു ചെടിയുണ്ടല്ലോ, ഡിസംബർ മുല്ല, അത് ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട്. അതിനകത്ത് പൂക്കൾ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിറച്ചും പൂവായിരുന്നു നമ്മൾ വരുമ്പോഴേ. അപ്പോൾ ഈ ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇതൊക്കെ പെറ്റ്ഷോയുടെ ഷോപ്പാണ്. ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. ഒക്കെ ഓപ്പണായി വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നതല്ലേ, ഓപ്പൺ ദിവസം വന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കവുങ്ങ് തൈകളൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ നമ്മുടെ പ്രാദേശിക കാർഷിക വികസന കേന്ദ്രം അമ്പലവലിലെ പിന്നെ പ്രൊഡക്റ്റുകളാണ് എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ നല്ല മനോഹരം ഒരു കാഴ്ച നമുക്ക് പകൽ കാഴ്ച കാണാന്നുള്ളതാണ്. ഈ ഒരു ഭംഗി ചിലപ്പോൾ രാത്രി കിട്ടില്ല. മുകളിൽ കംപ്ലീറ്റ് അംബ്രല്ല കൊണ്ട് ഈ നടപ്പാതയ്ക്ക് പന്തലിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ കംപ്ലീറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് അതുപോലുള്ള സംഭവങ്ങൾ. ഇതാണ് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന വലിയ സ്റ്റേജ്, ഗംഭീരം സ്റ്റേജ് പ്രോഗ്രാം ആയിരിക്കും വരുന്ന ദിവസങ്ങളിലെല്ലാം. അതുപോലെ ഇതുണ്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള യന്ത്രഊഞ്ഞാൽ, പിന്നെ യന്ത്രത്തോണി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം. അക്വേറിയത്തിൻ്റെ ചെറിയ വർക്കുകൾ നടക്കുന്നുള്ളൂ. ഇതൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം ഇതിൻ്റെ രൂപം എങ്ങനെയാണ്. നമ്മുടെ ഈ പൂപ്പൊലി നഗരിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്കെന്നല്ല ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അറിയുന്ന ആളാണ് നമ്മുടെ ഗോവിന്ദനാശാൻ. നമുക്കറിയാം ഗോവിന്ദനാശാൻ എന്നുള്ള നാമധേയം നൽകിയത് നമ്മുടെ 24-ലെ ശ്രീകണ്ഠനായരാണ്. നമ്മൾ ഗോവിന്ദനാശാന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അമ്പും വില്ലും പരിശീലിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഗോവിന്ദനാശാന്റെ അടുത്ത് പോയിട്ട് ശിഷ്യത്വം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അമ്പെയ്ത്തൊക്കെ അവിടുന്ന് പരിശീലിച്ചു. അപ്പോൾ ഗോവിന്ദനാശാനും ഇവിടെ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. കാരണം അമ്പെയ്ത്ത് പരിശീലിക്കാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും മനസ്സിലാക്കാനും ഇന്നത്തെ ആരുമില്ല, അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അല്ലേ ഒരു കലാരൂപം. അപ്പൊ ഇതെന്താ സംഭവം? ഇത് മോഡേൺ നർസറിന്റെ അല്ലേ? മോഡലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതെ ഇതിപ്പോ കുട്ടികൾക്ക് ഒരു കൗതുക. അപ്പൊ ഇത് കെട്ടുന്ന ഒരു രീതിയാണ്, അതായത് വില്ല് കുലക്കുക എന്ന് പറയുന്നതിന്റെ. ഇതാ ത്രയ്യംബകം കുലച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദനാശാൻ. ശ്രീരാമൻ ത്രയ്യംബകം കുലച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ പുരാണങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ന്യൂ മോഡൽ അല്ലേ? ഇത് അത്യാവശ്യം നമ്മള് ഒരു അമ്പ ഒക്കെ വെച്ച് വിട്ട് കഴിഞ്ഞാൽ തുളഞ്ഞു കയറി പോവോ? ആണല്ലേ? എന്താ സൗണ്ട്? കയ്യിലടിക്കും. ഞാനതാ മാറ്റി പിടിച്ചു. ഞാണലി നമുക്ക് കാണാം. ഇങ്ങനെ ഒരു ബോർഡ് കാണാം നിങ്ങൾക്ക്. ആദ്യം ഈ ബോർഡ്, അതിനടുത്തായിട്ട് തന്നെ താഴെ ഒരു ചെറിയൊരു കുടില് കാണാം നമുക്ക്. ഒരു പുല്ലിട്ട് മേഞ്ഞ ഒരു കുടില്.
അവിടെയാണ് ഗോവിന്ദനാശാൻ പരിശീലനം നടത്തുന്നത്. നമ്മൾ ഏകദേശം ഒരു ആനച്ചന്തം മാത്രം കണ്ടു ഇറങ്ങുകയാണ്. കാരണം എല്ലാം ഒന്നും അറേഞ്ച് ആയിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, നാളെ മറ്റന്നാളൊക്കെ വരും ദിവസങ്ങളിൽ ഇതെല്ലാം ഭംഗികരമായ ഒരു കാഴ്ചയായി മാറും. 2024 പൂപ്പൊലി യുടെ ഒരു രത്ന ചുരുക്കം നമ്മുടെ ഓപ്പൺ ആണെന്ന് ജനുവരി 1-ാം തീയതിയുള്ള ഓപ്പണിൽ ഒരു രത്ന ചുരുക്കമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിനേക്കാളും മനോഹരമായിട്ട് നമ്മുടെ സ്റ്റാളൊന്നും ഫില്ലായിട്ടില്ല, എല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കും. പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചകൾ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഈ 2024 ജനുവരി 1-ന് ഓപ്പൺ ചെയ്തു നിങ്ങളെ അറിയിക്കുകയാണ്. അതിൽ ഉപരി സന്തോഷകരമായ ഒരു കാര്യം, നമ്മൾ യാദൃശ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഗോവിന്ദനാശാനെ കണ്ടതും ഗോവിന്ദനാശാനോട് സംസാരിക്കാൻ കഴിഞ്ഞതും എന്നൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതും ഗോവിന്ദനാശാന്റെ കൂടെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.